Hi all, welcome to Izubi. This video is the second part of Nagamandala by Girish Karnad. If you're watching this for the first time, please go and watch the part 1. In part 1 we have discussed about the author ഗിരീഷ് കർണാടിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈഫ്, അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സ്, ഫിലിം വർക്ക്സ്, ദെൻ അദ്ദേഹത്തിൻ്റെ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആൻഡ് ഓൾസോ വി ഹാവ് ഡിസ്കസ്ഡ് ദ ഇൻട്രൊഡക്ഷൻ ടു നാഗമണ്ഡല പ്ലേയിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളും ആൻഡ് ഓൾസോ ദ ഇമ്പോർട്ടൻറ്റ് വൺ പ്രൊലോഗ്. വി ഹാവ് എക്സ്പ്ലെയിൻ ദ പ്രൊലോഗ് ഓൾസോ ഇൻ ദ പാർട്ട് 1. വി നോ നാഗമണ്ഡല ഈസ് എ 2-act പ്ലേ വിത്ത് എ പ്രൊലോഗ്. സോ ആ പ്രൊലോഗ് എന്ന സ്റ്റോറി നമ്മൾ ഓൾറെഡി പാർട്ട് 1 പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇത്. In this video we will discuss Act 1 and Act 2 of the play. Let's begin with Act 1. So last classൽ പ്രൊലോഗിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദ മാൻ ആൻഡ് ദ ഫ്ലെയിംസ് ഇവരെല്ലാവരും ദ സ്റ്റോറി എന്ന് പറയുന്ന നറേറ്റർ പറയാൻ പോകുന്ന കഥ കേൾക്കാൻ വേണ്ടി ഈഗർലി ഇങ്ങനെ കാത്തിരിക്കുന്നതാണ്. The setting of the first act is a locked front door of a house, front yard and an ant hill in the right side. ഇവിടെ ഒരു വീട് കാണാം. ആ വീടിൻ്റെ മുൻവാതിൽ അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. നല്ല മുറ്റമൊക്കെയുള്ള ഒരു വീട്. ആ മുറ്റത്തിലൊരു മരമുണ്ട്. ആൻഡ് വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആൻഡ് ഹില്ലുണ്ട്. ആൻഡ് ഹിൽ മീൻസ് പുറ്റാണ്. ഓക്കെ. The central character or the protagonist of the story is Rani. Rani is a young girl and she is the only daughter to her parents. ഒറ്റ മോളായതുകൊണ്ട് അവരൊരു റാണിയെ പോലെയാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ റാണി എന്ന് അവൾക്ക് പേര് വെച്ചു. She is a very beautiful girl. She has long hair and if it is tied, it looks like a cobra. കാലിൻ്റെ ഉപ്പൂറ്റി വരെ നീളമുള്ള മുടിയാണെന്ന് നമ്മൾ ബിന്ദു പണിക്കരി പറഞ്ഞതുപോലെ ആംഗ്ലറ്റ് വരെ, കാലിൻ്റെ ഉപ്പൂറ്റി വരെ അവൾക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു. അത് ടൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മെടഞ്ഞിട്ടാൽ ലൈക്ക് ഒരു കിങ് കോബ്ര പുറകിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ തോന്നുമായിരുന്നു. അത്രയ്ക്കും കറുത്ത ഉള്ളുള്ള മുടി ഉണ്ടായിരുന്നു. ആൻഡ് ഷീ ഈസ് മാരീഡ് ടു എ യങ് വെൽത്തി മാൻ ഹുസ് പാരൻസ് ബോത്ത് വെർ ഡെഡ്. അച്ഛനും അമ്മയും മരണപ്പെട്ട് ഒറ്റത്തടിയായി താമസിക്കുന്ന ഒരു റിച്ച് ആയിട്ടുള്ള ഒരു യങ് മാൻ ഉണ്ടായിരുന്നു അപ്പുറത്തുള്ളൊരു ഗ്രാമത്തിൽ. അയാളുമായിട്ടാണ് റാണിയെ വിവാഹം ഉറപ്പിക്കുന്നത്. ആൻഡ് ഷീ ലിവ്ഡ് വിത്ത് ഹർ പാരൻസ് അണ്ടിൽ ഷീ റീച്ച്ഡ് അഡൾട്ട്ഹുഡ്. അവൾ കുറച്ച് മുതിർന്ന് വലുതാവുന്നത് വരെയും കല്യാണം ഉറപ്പിച്ചതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളുടെ പാരൻസിൻ്റെ കൂടെ തന്നെയായിരുന്നു നിന്നത്. റാണീസ് ഹസ്ബൻഡ് ഈസ് അപ്പണ്ണ. അപ്പണ്ണയാണ് അടുത്ത ഗ്രാമത്തിലുള്ള വെൽത്തി ആയിട്ടുള്ള എന്നാൽ അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ അനാഥനായ ഒരു യുവാവ്. അദ്ദേഹത്തിനുമായിട്ടാണ് കല്യാണം നടത്തിയിട്ടുള്ളത്. അപ്പം ഇവിടെ പാരൻസ് ചിന്തിച്ചത് എന്താണ്? ഞങ്ങൾ റാണിയെപ്പോലെ വളർത്തിയ മകളെ കല്യാണം കഴിഞ്ഞാലും റാണിയെപ്പോലെ നോക്കാൻ പാകത്തിനുള്ളൊരു ചെറുപ്പക്കാരൻ അങ്ങനെ നോക്കിയിട്ടാണ് അപ്പണ്ണയെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത്. പിന്നെ മോളെ കുറച്ചുകൂടെ ചെറിയ പ്രായമാണ്, കുറച്ചു കാലം കൂടെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്നുള്ള സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങി റാണി കുറച്ച് ദിവസം കൂടെ പാരൻസിൻ്റെ ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. പെട്ടെന്ന് അപ്പണ്ണ ടേക്സ് ഹർ ടു ഹിസ് വില്ലേജ് വിത്ത് ഹർ ബണ്ടിൽസ്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവളുടെ എല്ലാ ബണ്ടിൽസും, ഇവിടെ ബണ്ടിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ കാലമാണ്, 1988 കാലത്താണ് ഇത് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഓർമ്മയിൽ വേണം. അപ്പോൾ സാധനങ്ങളും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒരു ഭാണ്ഡക്കെട്ടുകളായിട്ട് കെട്ടി ആ ഒരു കെട്ടും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ പറയുന്നുണ്ട്, എല്ലാം എടുത്തില്ലേ, എടുക്കാനുള്ളതെല്ലാം എടുത്തില്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് ലോഡ്സ് ഓഫ് ബണ്ടിൽസ് കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തുന്നു. നിങ്ങൾ ഓർക്കണം, റാണി കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയ മകള് പെട്ടെന്ന് ആ വീട്ടിൽ ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്. അവിടെ പാരൻസ് ആരുമില്ല, സിബ്ലിങ്സ് ആരും ഇല്ലാത്തൊരു വീട്. ആൻഡ് ടോൾഡ് ഹീൽ ബി ബാക്ക് ടുമോറോ നോൺ ഫോർ ലഞ്ച്. നാളെ ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാൻ എത്തും എന്ന് മാത്രം ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഹി ലോക്ക്ഡ് ഹർ അപ്പ് ആൻഡ് ഗോൺ. വാതിൽ പുറത്തു നിന്ന് പൂട്ടിയിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ രാത്രിയിൽ ഇയാൾ എവിടെയോ പോകുന്നുണ്ട്. പിറ്റത്തെ ദിവസം ഉച്ചയ്ക്ക് കുളിച്ച് ഭക്ഷണം കഴിക്കാനായി വരും. അത് കഴിഞ്ഞാൽ തിരിച്ചു വീണ്ടും പോകും. റാണിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. കാരണം തൻ്റെ വീട്ടിൽ വാത്സല്യത്തോടെ വളർന്ന് മുറ്റത്തും തൊടിയിലും ഒക്കെ ഓടിച്ചാടി കളിച്ച് വളർന്നൊരു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം ഒരു വീട്ടിൽ മുറിക്ക് പൂട്ടിയിട്ടിരിക്കുന്നൊരവസ്ഥ. മിണ്ടി പറയാനൊരാളില്ല. അതുപോലെ പുറത്തുനിന്നും പൂട്ടിയത് കൊണ്ട് മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. സോ ഷീ ക്രൈഡ് എ ലോട്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് ഒരുപാട് കരയുന്നു. ഇന്നത്തെ പോലെ ഫോണോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. സോ പാരൻസുമായിട്ടൊന്ന് വിളിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ കത്തുകൾ അയക്കാനോ ഒന്നിനുള്ള ഒരു പെർമിഷൻ ഇല്ല. ഷീ വാസ് കംപ്ലീറ്റ്ലി ലോക്ക്ഡ്. ഓക്കെ. ആൻഡ് ഷീ ക്രൈഡ് എ ലോട്ട്. ഷീ ടോക്ക്ഡ് ഹർ സെൽഫ്. ഒറ്റയ്ക്ക് സ്വയം എന്തൊക്കെയോ സംസാരിക്കും. കുറേ ചുമരിനോടും പാത്രങ്ങളോടും ഒക്കെ സംസാരിക്കുന്ന പോലെ ആ വീട്ടിലുള്ള വസ്തുക്കളായിരുന്നു അവൾക്ക് ആകെ ഒരു കൂട്ട്. അങ്ങനെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഷീ ഡ്രീംസ്. Okay, she often dreamt an eagle which takes her
ടു ഹെർ പാരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ബിയോണ്ട് ദ 7 സീസ്, 7 കടലുകളൊക്കെ താണ്ടി അപ്പുറത്തുള്ള തൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഒരു ഈഗിളിൻ്റെ പുറത്ത് കയറി പോകുന്നതൊക്കെ സ്വപ്നത്തിൽ കാണുമായിരുന്നു. ഇവിടെ 7 കടൽ എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. അത്രയേറെ ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ അത്രയേറെ പാരൻസുമായിട്ട് ഇപ്പോൾ അവൾ വിട്ട് ദൂരത്താണുള്ളത്, അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്രയേറെ സെപ്പറേറ്റഡ് ആണ് പാരൻസിൽ നിന്നൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി ഷി ഡസൻ നോ ദ വേൾഡ് അറൗണ്ട് ഹർ. ഓക്കെ, അത്രയേറെ ഒരു പാവം കുട്ടിയായിരുന്നു. അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് അവളുടെ ലോകം. ഷി കെയിം വിത്ത് അപ്പണ്ണ വിത്ത് ലോഡ്സ് ഓഫ് ഡ്രീംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ആ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടി കല്യാണം കഴിഞ്ഞ പാട് ഒരു നവവധുവാണ്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ബട്ട് ഇൻ ദ കോൺട്രറി ടു ഹർ എക്സ്പെക്റ്റേഷൻ, അപ്പണ്ണ വാസ് ക്രൂവൽ ടു ഹർ. അപ്പണ്ണയ്ക്ക് യാതൊരുവിധ മനുഷ്യത്വം ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയും, അയാളൊരു മനുഷ്യനാണോ, അയാളൊരു ഹ്യൂമൻ ബീയിങ് പോലും അല്ല എന്നാണ് നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത്. നെക്സ്റ്റ് ഡേ നൂണിലാണ് പിന്നെ അപ്പണ്ണ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് ഷീ ടെൽസ് ഷീസ് അഫ്രൈഡ് ടു ബി അലോൺ അറ്റ് നൈറ്റ്. രാത്രി എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഇവിടെ പേടിയാണ്. ഒന്നാമത് കല്യാണം കഴിഞ്ഞ് വരുന്നൊരു പെൺകുട്ടി ആ വീടുമായിട്ടോ പരിസരമായിട്ടോ യാതൊരു പരിചയമില്ല. അപ്പോൾ ആ വിഷമവും സങ്കടവും പറയുന്ന സമയത്ത് അപ്പണ്ണ സ്കോൾസ് ഹർ ഫോർ ഐഡിൽ ചാറ്ററിങ്. ആവശ്യമില്ലാത്ത കാര്യം ഇങ്ങനെ സംസാരിച്ചതിൻ്റെ നേരം കളയരുത് എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യാണ്. അയാൾ ആകെ റാണിയോട് സംസാരിക്കുന്നത് ചോറ് വിളമ്പ്, ഫുഡ് എടുത്ത് വെക്കുക, പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട എന്നുള്ള ഒരു മനോഭാവമാണ് അയാൾക്ക്. ചീത്ത വിളിക്കാനും ഓർഡർ ചെയ്യാനും അല്ലാണ്ട് അപ്പണ്ണ റാണിയോട് അധികമൊന്നും സംസാരിക്കാറില്ല. സോ ഭക്ഷണം കഴിക്കുന്നു, 2-3 വാക്കുകൾ സംസാരിക്കുന്നു. അഗെയിൻ ഹി ലോക്സ് ആൻഡ് ഗോൺ ടു ഹിസ് കോൺക്യുബൈൻസ് ഹൗസ്. സോ അപ്പണ്ണ ഹാസ് ആൻ ഇല്ലിജിറ്റിമേറ്റ് കോൺക്യുബൈൻ. ഹി സ്പെൻഡ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം വിത്ത് ഹിസ് കോൺക്യുബൈൻ. ഒരു വേശ്യാലയ പോലെയുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വീട്, അവിടെ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയുടെ അടുത്തേക്കാണ് എന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റാണിയെ പുറത്തുനിന്ന് പൂട്ടിയിട്ട് ഇയാൾ പോകുന്നത്. രാത്രി മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഉച്ചയ്ക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും റാണിയുടെ അടുത്തേക്ക് വരുന്നത്. So Rani is totally alone in her house. No one to talk, no one to see. Even പാരൻസിനെ കാണാനൊക്കെ അവൾക്ക് കൊതിയാവും. ബട്ട് നോ വൺ കംസ് ടു ഷെയർ ഹർ ഗ്രീഫ്. ഒരാൾ പോലും വിഷമം ഷെയർ ചെയ്യാനോ ഒന്നുമില്ല. അപ്പണ്ണയ്ക്ക് ആ കോൺക്യുബൈനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആ വില്ലേജിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം. ബട്ട് നോ വൺ ഈസ് ക്വസ്റ്റനിങ് ഹിം. ബിക്കോസ് അതിനുള്ള ധൈര്യം ആർക്കും ഇല്ല. അപ്പണ്ണ അങ്ങനെ ഒരു മുരടൻ സ്വഭാവമുള്ളൊരു മനുഷ്യനാണ്. അയാളോട് മിണ്ടാൻ പോകാൻ പോലും ആർക്കും ഇഷ്ടവുമില്ല, ധൈര്യവുമില്ല എന്ന് വേണം പറയാൻ. സോ ആസ് യൂഷ്വൽ ഷീ സോബ്സ് ആൻഡ് ടോക്സ് ഹർ പെയിൻ ഹെർ സെൽഫ്. എന്നും അപ്പണ്ണ ഉച്ചയ്ക്ക് വരും, കുളിക്കും, ഭക്ഷണം കഴിക്കും, കുറേ ചീത്ത വിളിക്കും. അനി എന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കാൻ നിന്നാലാണ് ഐഡിൽ ചാറ്ററിങ്, അല്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ചീത്ത പറയാറ്. സോ റാണി ഫോളോസ് എ മെക്കാനിക്കൽ ലൈഫ് ഡെയിലി. ഒരു മെഷീൻ കണക്കാണ് ഇപ്പോൾ റാണിയുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. കുരുടവ കപ്പണ്ണയുമായിട്ട് റാണിയെ കാണാൻ വരികയാണ്. വി നോ കുരുടവ ഈസ് എ ബ്ലൈൻഡ് വുമൻ. പാർട്ട് 1 ക്യാരക്ടേഴ്സിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ കുരുടവ കണ്ണു കാണാത്ത സ്ത്രീയാണ്. അവരുടെ മകനായ കപ്പണ്ണയുടെ തോളത്ത് കൈ വെച്ചുകൊണ്ടാണ് റാണിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പണ്ണയുടെ അമ്മയും കുരുടവയും ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് ആയിരുന്നു. ദേ വർ ലൈക്ക് സിസ്റ്റേഴ്സ്. സോ തൻ്റെ ഫ്രണ്ടിൻ്റെ മരുമകളെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് കുരുടവ കപ്പണ്ണയും കൂട്ടിയിട്ട് റാണിയുടെ അടുത്തേക്ക് വരുന്നത്. ഷി തോട്ട് നോബഡി വാസ് ദെയർ ഇൻ ദ ഹൗസ് ആസ് ഇറ്റ് വാസ് ലോക്ക്ഡ്. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കപ്പണ്ണ പറയാണ്, അമ്മ ഇവിടെ ഇത് വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, ഇവിടെ ആരുമില്ല എന്ന് പറയുകയാണ്. അപ്പണ്ണയുടെ വീടിൻ്റെ യാർഡിൻ്റെ സൈഡിലായിട്ട് ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിലാണ് എപ്പോഴും കുരുടവയും കപ്പണ്ണയും വന്നു കഴിഞ്ഞാൽ ഇരിക്കാറ്. അവർ രണ്ടുപേരും റാണിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു വാക്കുതർക്കം ഉണ്ടായിക്കൊണ്ടാണ് വരുന്നത്. കപ്പണ്ണ പറയാണ്, നിങ്ങളോട് ഞാനല്ലാതെ പറയുമോ, ആ അപ്പണ്ണ ഇപ്പോഴും ഭാര്യേനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടും കോൺക്യുബൈൻ്റെ അടുത്തേക്ക് രാത്രി പോവുകയാണ്, പകലാ വരുന്നത് എന്ന് ഞാനല്ലാണ്ട് നിങ്ങളോട് പറയുമോ? ഇതിപ്പോൾ അത് കേട്ട പാതി നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ആ അപ്പണ്ണ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ ഒരു മനുഷ്യൻ വരുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കുരുടവ പറയാണ്, അവൻ്റെ അമ്മയും ഞാനും സിസ്റ്റേഴ്സിനെ പോലെയാണ്. അവൾ പാവം അപ്പണ്ണയെ പ്രസവിച്ചതോടുകൂടി അവൾ മരണപ്പെട്ടുപോയി. എങ്കിലും എൻ്റെ കൂട്ടുകാരിയുടെ മകൻ ഇങ്ങനെ ഒരു മോശം പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കില്ലേ? അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കില്ലേ? ആ പെൺകുട്ടീൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കൊന്ന് അറിയണ്ടേ? എൻ്റെ കൂട്ടുകാരീൻ്റെ മരുമകളെ കാണാൻ എങ്ങനെയുണ്ട്, വിശേഷങ്ങളൊക്കെ എനിക്കൊന്ന് അറിയണ്ടേ? അപ്പോൾ അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. സോ മരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് കുരുടവ പറയുന്നുണ്ട്, നീ നോക്കി നോക്ക്, അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കി നോക്ക് എന്നൊക്കെ പറയുമ്പോൾ കപ്പണ്ണ പറയുന്നു, നോബഡി ഈസ് ദെയർ. ആരുമില്ല, പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ വാതിൽ പൂട്ടിയിട്ട് ആരെങ്കിലും പുറത്തു പോകുമോ? ഇല്ലല്ലോ എന്ന് പറയുന്നു.
സോ ഈ ഒരു സംസാരം കേട്ടിട്ട് റാണി അകത്തുനിന്ന് ഹു ഇസ് ദാറ്റ് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ റാണി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അകത്ത് ആളുണ്ട് എന്നറിഞ്ഞപ്പോൾ രണ്ടുപേരും ജനലിൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുകയാണ്. സോ ദെയർ റാണി ആൻഡ് കുരുടവ ഹാവ് എ കോൺവെർസേഷൻ. ജനലിലൂടെ കൈയിട്ട് റാണിയുടെ കൈയും മുഖവും ഒക്കെ ഇങ്ങനെ കുരുടവ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഓ യു ആർ സോ ബ്യൂട്ടിഫുൾ, ഇത്ര നല്ലൊരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിട്ടാണോ ഈ അപ്പണ്ണ കണ്ട കോൺക്യുബൈൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത് രാത്രിയിൽ, എന്താവശ്യമുണ്ട് അയാൾക്ക് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. സോ റാണി ഷെയർസ് ഹർ ഗ്രീഫ് ടു കുരുടവ, എല്ലാ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുന്നു. കുരുടവ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒന്നും തുടങ്ങിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ റാണി വിഷമത്തോടു കൂടി പറയാണ്, എന്നോട് ഭക്ഷണം ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ അല്ലാണ്ട് ഇതേവരെ അദ്ദേഹം സംസാരിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നു. എൻ്റെ പാരൻസിനെ ഒന്ന് ഈ വിവരം അറിയിച്ചു തരുമോ, അല്ലെങ്കിൽ എന്നെ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ആക്കി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. സോ അവിടെ കുരുടവ പറയാണ്, ഇതിനൊന്നും വീട്ടിലേക്ക് പോവലോ പാരൻസിനെ കൊണ്ടുവരലോ അല്ല പരിഹാരം കുട്ടി, ഇതിന് വേറൊരു പരിഹാരം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കുരുടവ then tells her flashback story and gives a root in the cattle shed in an old tin trunk inside a coconut shell wrapped in a piece of paper. കുരുടവ തൻ്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറഞ്ഞുകൊണ്ട് റാണിയെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. കുരുടവ യങ് ആയിരിക്കുന്ന സമയത്ത് ഒരു ബ്ലൈൻഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വിവാഹാലോചനകളൊന്നും വന്നില്ല. അവരുടെ പാരൻസ് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി, പക്ഷെ ആരും കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആയിടെ അവിടേക്കൊരു മെൻഡിക്കൻറ്റ്, ഒരു സന്യാസി വരുന്നു. കുരുടവ അദ്ദേഹത്തിനെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു, അദ്ദേഹത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ ഫീഡ് ചെയ്തു. അങ്ങനെ മനസ്സും ഒക്കെ നിറഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ ഫോർ ദ ഹാപ്പിനെസ് ഷീ ട്രീറ്റഡ് ഹി ഗേവ് 3 roots ടു കുരുടവ ആസ് എ ഗിഫ്റ്റ്. എന്നിട്ടൊരു ബ്ലെസ്സിങ് കൊടുക്കുകയാണ്, നീ ഇത് ആർക്കരച്ചു കൊടുത്താലും ആ കഴിക്കുന്ന ആൾ നിന്നെ വിവാഹം ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം കുരുടവയുടെ വീട്ടിൽ വന്ന ഒരു യങ് മാനിന് ഈ 3 എണ്ണത്തിലെ മിഡിൽ റൂട്ട് അരച്ച് കലക്കി മിക്സാക്കി കൊടുക്കുകയാണ്. സോ ദാറ്റ് മാൻ ഫെൽ ഇൻ ലവ് വിത്ത് ഹർ ആൻഡ് മാരീഡ് ഹർ. അങ്ങനെയാണ് കപ്പണ്ണ എന്നൊരു കുട്ടിയും ഒരു കുടുംബവും കുരുടവയ്ക്ക് ഉണ്ടാവുന്നത്. ആ മെൻഡിക്കൻറ്റ് കുരുടവയ്ക്ക് നൽകിയിട്ടുള്ള 3 റൂട്ട്സിന് 3 സൈസിലായിരുന്നു. ഒന്ന് സ്മോൾ ആയിരുന്നു, ഒന്ന് മിഡിൽ സൈസ്, ദെൻ ലാർജ് വൺ. അതിൽ മിഡിൽ സൈസിലുള്ള റൂട്ടായിരുന്നു പണ്ട് കുരുടവ തൻ്റെ ഹസ്ബൻഡിന് അരച്ച് കലക്കി കൊടുത്തിരുന്നത്. ഇനി അവരുടെ കയ്യിൽ 2 എണ്ണം ഉണ്ട്, ഒരു സ്മോൾ വൺ ആൻഡ് ലാർജ് വൺ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം റാണിക്ക് കൊടുത്ത് സഹായിക്കാം, എങ്ങനെയെങ്കിലും അപ്പണ്ണയുടെ സ്നേഹം റാണിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കപ്പണ്ണയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ കുരുടവയുടെ വീട്ടിലെ ക്യാറ്റിൽ ഷെഡിൽ, അത് ശ്രദ്ധിക്കണം, ക്യാറ്റിൽ ഷെഡിൻ്റെ സൈഡിലായിട്ട് ഒരു ടിൻ ട്രങ്ക് ബോക്സ് ഉണ്ട്, ഒരു ഓൾഡ് ടിൻ ട്രങ്ക് വെട്ടി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒരു കോക്കനട്ട് ഷെഡിൽ ഒരു പീസ് ഓഫ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് ഈ റൂട്ട് വെച്ചിട്ടുള്ളത്. അത് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. അങ്ങനെ ആ പൊതിയിൽ നിന്നും ചെറിയ റൂട്ടാണ് ആദ്യം റാണിക്ക് സമ്മാനിക്കുന്നത്. എന്നിട്ട് പറയും, നീ ഇത് അവന് ഇന്ന് വരുമ്പോൾ അരച്ച് കലക്കി കൊടുക്കണം, ഉറപ്പായും അപ്പണ്ണ ഇനി മുതൽ റാണിയെ സ്നേഹിക്കും, കോൺക്യുബൈൻ്റെ അടുത്തേക്കൊന്നും ഇനി ഒരിക്കലും പോവില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുരുടവ അവിടെ നിന്ന് പോവുകയാണ്. സോ കുരുടവ ടെൽസ് ഹർ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ആൻഡ് ദ സ്റ്റോറി ഓഫ് റൂട്ട്സ് ഓൾസോ. എല്ലാ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് അപ്പണ്ണ കംസ് ആൻഡ് ലാഷസ് ഔട്ട് അറ്റ് കുരുടവ. അപ്പണ്ണ കറക്റ്റ് സമയത്താണ് കയറി വരുന്നത്. ഇവരെ രണ്ടുപേരെ അവിടെ കണ്ടതിന് റാണിക്കും കുരുടവയ്ക്കും ഒക്കെ ചീത്ത കേൾക്കുകയാണ്. നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട, റാണിയോട് ആരും സംസാരിക്കാതിരിക്കാനല്ലേ ഞാനിവിടെ പൂട്ടിയിട്ടിട്ട് പോയതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ കുരുടവ തിരിച്ചും ചീത്ത പറയുന്നുണ്ട്, നീ എന്തൊരു ക്രൂരതയാണ് അവളോട് ചെയ്യുന്നത്, ഒരു മനുഷ്യനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ പറയുന്ന സമയത്ത് റാണിയുടെ കാര്യം നോക്കാൻ ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, ഇനി ഒരാളിവിടെ വരരുത്, ഞാനിവിടെ ഒരു വാച്ച് ഡോഗിനെ വാങ്ങി വെക്കാൻ പോവാണ്, ഒരു നായനെ വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ എല്ലാവരും വന്ന് കയറിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നു. അങ്ങനെ കുരുടവയും കപ്പണ്ണയും അവിടെ നിന്ന് പോയതിന് ശേഷം അപ്പണ്ണ അകത്തേക്ക് കയറുന്നു. കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പറയാണ്, റാണി ഐ നീഡ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയാണ്. സോ റാണി മിക്സസ് ദ സ്മോൾ റൂട്ട് ഇൻ ദ മിൽക്ക് ആൻഡ് ഫീഡ്സ് ഹിം. അപ്പണ്ണ കുളിക്കാൻ ബാത്റൂമിൽ കയറിയ സമയം കൊണ്ട് റൂട്ട് അരച്ച് കലക്കി പാല് മിക്സ് ചെയ്ത് വെക്കും. തിരിച്ചു വന്ന അയാൾ പാല് ചോദിക്കുന്ന സമയത്ത് ഈ മിൽക്ക് എടുത്ത് കൊടുക്കുന്നു. പാല് കുടിച്ചതിന് ശേഷം അപ്പണ്ണയ്ക്ക് ഫിസിക്കലി ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഇയാൾ വേഗം പുറത്തേക്ക് പോവുകയാണ്. വാതിലടച്ച് കോൺക്യുബൈൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ വാതിൽപ്പടിയിൽ എത്തിയപ്പോഴത്തേക്കും അപ്പണ്ണ ഫെയിൻസ് ആൻഡ് നോ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്. അയാൾ ബോധം കെട്ട് വീഴുകയാണ്. റാണി ആകെ ഭയന്നു പോകും. കാരണം ആരെങ്കിലും അറിഞ്ഞാൽ പോലും ഇത് ഇങ്ങനെ ഒരു റൂട്ട് അരച്ച് കലക്കി കൊടുത്തത് കൊണ്ടാണല്ലോ സംഭവിച്ചത്. ഇയാൾ മരിച്ചു പോകുമോ, ഞാൻ ഒറ്റയ്ക്കാവുമോ, ഞാൻ ഹസ്ബൻഡിനെ കൊന്ന ഒരു പാപിയാവുമോ ഞാൻ എന്നുള്ള ഭയമൊക്കെ വരുന്നു. അങ്ങനെ റാണി കുറച്ച് വെള്ളമൊക്കെ മുഖത്ത് തളിക്കുന്ന സമയത്ത് അപ്പണ്ണയ്ക്ക് ബോധം തിരിച്ചു വരികയാണ്. ബട്ട് നോ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്. അയാൾക്ക് യാതൊരുവിധ ഭാവമാറ്റവും വന്നില്ല. വാതിൽ പുറത്തുനിന്നും പൂട്ടി ഇയാൾ കോൺക്യുബൈൻ്റെ അടുത്തേക്ക് പോവുകയാണ്. റാണി ആസ് യൂഷ്വൽ അലോൺ ആൻഡ് ഡ്രീംസ്. റാണി വീണ്ടും ഒറ്റയ്ക്കാവുകയാണ്. സോ അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്തുള്ള ഭയവും ഒറ്റയ്ക്കായതിലുള്ള പേടിയും എല്ലാം കൊണ്ട് വീണ്ടും റാണി വളരെയധികം മാനസികമായി പ്രയാസപ്പെടുകയാണ്. ഒറ്റയ്ക്കിരുന്ന് കുറേ കരഞ്ഞും പാരൻസിൻ്റെ അടുത്തേക്ക് പോകുന്നതൊക്കെ സ്വപ്നം കണ്ടും അന്നത്തെ രാത്രി അവൾ ഇങ്ങനെ കഴിച്ചു കൂട്ടുകയായിരുന്നു.
അറ്റ് നൈറ്റ് കുരുടവ കംസ് വിത്ത് കപ്പണ്ണ ആൻഡ് എൻക്വയർസ് ദ റിസൾട്ട്. കുരുടവയ്ക്ക് ഒരു സമാധാനമില്ല. എന്തായി റിസൾട്ട്, റൂട്ട് അരച്ചു കൊടുത്തോ, വല്ല മാറ്റവും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി അപ്പണ്ണയുടെ വീട്ടിലേക്ക് മകനെയും കൂട്ടി കുരുടവ വരികയാണ്. അവിടെ ചെന്നപ്പോൾ റാണി കാര്യങ്ങളൊക്കെ വിവരിച്ചു, ബോധം കെട്ട് വീണതും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കുരുടവ ഗിവ്സ് ഹർ ദ ബിഗ് റൂട്ട് ആൻഡ് ഷീ ലീവ്സ്. കുരുടവ കയ്യിൽ കരുതിയിരുന്ന ആ വലിയ റൂട്ട് അങ്ങ് കൊടുക്കുകയാണ്. ഇനി നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇതെന്തായാലും ഡോസ് കൂടുതലാണല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിന് റിസൾട്ട് ഉണ്ടാവും എന്ന് ഒരു കോൺഫിഡൻസ് ഒക്കെ നൽകി കുരുടവ പോവുകയാണ്. അപ്പണ്ണ അറൈവ്സ് വിത്ത് വാച്ച് ഡോഗ്. പിറ്റേ ദിവസം അപ്പണ്ണ വരുന്നത് ഒരു വാച്ച് ഡോഗ് വാങ്ങിയിട്ടാണ്. 50 രൂപ കൊടുത്തിട്ട്, 50 റുപ്പീസ് കൊടുത്തിട്ടാണ് ആ വാച്ച് ഡോഗിനെ അന്ന് അയാൾ വാങ്ങിക്കൊണ്ടുവരുന്നത്. പ്രൈസ് ഒന്ന് ഓർത്ത് വെക്കണം. അങ്ങനെ അയാൾ അതിനെ മുറ്റത്ത് തന്നെ കെട്ടിയിടുകയാണ്. ടു കീപ് കുരുടവ ആൻഡ് അതേഴ്സ് അവേ. അതായത് ഒരാൾ പോലും, കുരുടവ എന്നല്ല, ഒരാൾ പോലും റാണിയെ കാണാനോ സംസാരിക്കാനോ ആ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോഗിനെ വാങ്ങി മുന്നിൽ തന്നെ കെട്ടിയിട്ടുള്ളത്. അങ്ങനെ ഉച്ച സമയത്ത് ഇയാൾ കുളിക്കാൻ പോകുന്നു ബാത്റൂമിലേക്ക്. ആ സമയത്ത് കുരുടവ കൊടുത്ത ആ ബിഗ് റൂട്ട് അവൾ അരച്ച് പേസ്റ്റാക്കി. ഷി മിക്സസ് ദ റൂട്ട് വിത്ത് ദ കറി. അതിൽ മിക്സ് ചെയ്ത സമയത്ത് ഒരു എക്സ്പ്ലോഷനും സൗണ്ടും പുകയൊക്കെ ഉണ്ടായി. ആൻഡ് ദ കറീസ് കളർ ബിക്കെയിം ബ്ലഡ് റെഡ് കളർ. വളരെ ചുവന്ന് രക്തം കലർക്കിയ പോലത്തെ ഒരു കളറായി. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ടു ബോയിലിംഗ്. ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും റാണി ആകെ ഭയപ്പെട്ടു. ചെറിയ റൂട്ട് അരച്ച് കലക്കി ഒരു പാല് കൊടുത്തപ്പോഴത്തേക്കും ബോധം പോയി. അപ്പോൾ പിന്നെ മിക്സ് ചെയ്ത പാട് ഇത്രയും റിയാക്ഷൻസ് ഒക്കെ നടന്ന ഈ കറി കഴിച്ചാൽ അപ്പണ്ണ മരണപ്പെട്ടു പോകുന്നു. റാണി ഭയപ്പെട്ടു. ഇൻ ഫിയർ ഷീ പോസ് ദ കറി ഇൻ ടു ദ ആൻഡ് ഹിൽ. ആ ഒരു പേടി കാരണം എത്രയും വേഗം കുളി കഴിഞ്ഞ് അപ്പണ്ണ ഭക്ഷണം കഴിക്കാൻ മേശയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കറി എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്ന് അവൾ വിചാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ അപ്പണ്ണ കയറി വരുന്ന സമയത്ത് വാതിൽ തുറന്നെടുക്കുകയാണല്ലോ. സോ ഷീ ഗോസ് ഔട്ട് ഓഫ് ദ ഹൗസ്. പുറത്തിറങ്ങിയ പാട് തന്നെ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഡോഗ് വല്ലാതെ ബാർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബാത്റൂമിൽ നിന്ന് അപ്പണ്ണ ഇത് കേട്ടിട്ട്, റാണി അത് ആരാണെന്ന് നോക്ക്, എന്തുകൊണ്ടാണ് ഡോഗ് ഇങ്ങനെ ബാർക്ക് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ റാണി അതിന് മറുപടി പറയുന്നില്ല. അപ്പോഴത്തന്നെ അപ്പണ്ണയ്ക്ക് മനസ്സിലായി അവൾ വീടിനകത്തില്ല എന്ന്. അപ്പണ്ണ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് റാണി ഇനി അകത്തൊന്നും കാണാനില്ല. ഈ ഒരു സമയത്ത് റാണി ചുറ്റുപാടും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് ഇത് ഒഴിക്കുക. കാണുന്ന സ്ഥലത്ത് ഒഴിച്ചാൽ ഈ റെഡിഷ് കളർ കാണുന്ന സമയത്ത് അപ്പണ്ണ എന്തായാലും ചോദ്യം ചെയ്യും എന്താണിത് എന്ന്. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ ചുറ്റിനോട് നോക്കുന്ന സമയത്ത് ആ ഒരു ആൻഡ് ഹിൽ അവിടെ കാണുകയാണ്. അപ്പോൾ വിചാരിക്കുന്നു ആ പുറ്റിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചാൽ ഇതാരും കാണില്ലല്ലോ. സോ ഷി പോഴ്സ് ദ കറി ഇൻ ടു ദ ആൻഡ് ഹിൽ. അങ്ങനെ ആ പുറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ കറി ഒഴിച്ചതിന് ശേഷം അവൾ തിരിച്ച് വേഗം വീടിനകത്തേക്ക് കയറി വരുന്നു. ആ കയറി വരുന്ന സമയത്ത് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആൻഡ് ഹില്ലിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കോബ്ര ഉയർന്നു വന്ന് അതിൻ്റെ ഹൂഡൊക്കെ പത്തിങ്ങനെ വിടർത്തി റാണിയെ നോക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് കോബ്ര ഫെൽ ഇൻ ലവ് വിത്ത് റാണി. ആക്ച്വലി ഇത് ഒഴിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും കോബ്ര ആ കറി ടേസ്റ്റ് ചെയ്തിരുന്നു, കറി കഴിച്ചിരുന്നു. കോബ്ര ഇങ്ങനെ കാണുകയാണ്, ഒരു ബ്യൂട്ടിഫുൾ ലേഡി ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ കാണുന്ന രംഗം ഭയാനകമാണ്. കാരണം അപ്പണ്ണ വരികയാണ്. ആരോട് ചോദിച്ചിട്ടാണ് വീടിൻ്റെ പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞ് വല്ലാതെ അവളെ അടിക്കുകയാണ്. ആ ഒരു അടിയിൽ തന്നെ അവൾ താഴെ വീഴുന്നുണ്ട്. അപ്പോൾ ആ അടിക്കുന്ന അടിയൊക്കെ ഈ കോബ്ര കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ കോബ്രേനെ നമ്മൾക്ക് നാഗ എന്നുള്ള പേരിലാണ് ഇനി അറിയപ്പെടുന്നത്. സോ നാഗ ഫെൽ ഇൻ ലവ് വിത്ത് റാണി ബൈ കൺസ്യൂമിങ് ദ കറി ദാറ്റ് ഷീ പോർഡ് ഇൻ ടു ദ ആൻഡ് ഹിൽ. അപ്പണ്ണ അഗെയിൻ ലോക്ക്ഡ് അപ്പ് ഹർ ആൻഡ് ഗോസ് ഔട്ട്. വീണ്ടും ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് വാതിലൊക്കെ പൂട്ടി അവളെ പോവുകയാണ്. കുറേ അടിയൊക്കെ കൊടുത്ത് മേലിൽ ഇനി പുറത്തിറങ്ങരുതെന്നൊക്കെ വാർണിംഗ് ഒക്കെ കൊടുത്തിട്ട് കോൺക്യൂബൈൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. Now, the cobra at night takes the shape of Aparna. Let the character be Naga, as I told you before. ഇപ്പം കോബ്രയ്ക്ക് ഇപ്പോൾ റാണിയോട് പ്രണയമാണ്. റാണിയുടെ അടുത്തേക്ക് പോകണമെങ്കിലും അപ്രോച്ച് ചെയ്യണമെങ്കിലും ഹി ഹാസ് ടു ട്രാൻസ്ഫോം ഇൻ ടു അപ്പണ്ണ. അപ്പണ്ണ അല്ലാതെ വേറൊരാൾ ആ വീട്ടിലേക്ക് പോകാറില്ല. സോ ഇതൊരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ഒക്കെ ഉള്ള പ്ലേ ആണ്. സോ ദ കോബ്ര ഹാസ് ദ സൂപ്പർ നാച്ചുറൽ പവർ ടു ട്രാൻസ്ഫോം ഇൻ ടു ഹ്യൂമൻ. ഓക്കെ, ഒരു ഹ്യൂമൻ ആവാനുള്ള കഴിവ് നാഗയ്ക്കുണ്ട്, അല്ലെങ്കിൽ കോബ്രയ്ക്കുണ്ട്. ട്രാൻസ്ഫോം ചെയ്ത് അപ്പണ്ണയാവുന്ന ആ ഒരു കോബ്രേനെ നമ്മൾ നാഗ എന്നാണ് ഈ ഒരു പ്ലേയിൽ വിളിക്കുന്നത്. അങ്ങനെ നാഗ വീടിനകത്തേക്ക് റാണിയെ കാണാനായിട്ട് പോവുകയാണ്. നാഗ കിൽസ് ദ ഡോഗ് ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഹൗസ് ത്രൂ ബാത്റൂം ഡ്രെയിൻ. എവിടെ കൂടിയാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കണം. ആ വീടിൻ്റെ ബാത്റൂം ഡ്രെയിനിൻ്റെ ഉള്ളിലൂടെയാണ് നാഗ അകത്തേക്ക് കടക്കുന്നത്. അപ്പോൾ മുന്നിൽ തന്നെ ഒരു വാച്ച് ഡോഗ് ഉണ്ട്, അതുമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പാമ്പിനെ കാണുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഡോഗ് എന്തായാലും പ്രതികരിക്കും. സോ അവർ തമ്മിലൊരു ചെറിയ ഫൈറ്റ് നടന്നതിന് ശേഷമാണ് ബാത്റൂം ഡ്രെയിനിൻ്റെ ഉള്ളിലൂടെ നാഗ അകത്തേക്ക് കടക്കുന്നത്. ഡോഗുമായിട്ട് നടന്ന ഫൈറ്റിൽ ചെറിയ മുറിവുകളൊക്കെ നാഗയുടെ ബോഡിയിലുണ്ട് കേട്ടോ. അങ്ങനെ ബാത്റൂം ഡ്രെയിനിലൂടെ അകത്തേക്ക് ചെന്ന നാഗ അപ്പണ്ണയുടെ ഷേപ്പിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. അതിനുശേഷം ഹി സെർച്ചസ് ഫോർ റാണി ആൻഡ് ഫൈൻഡ്സ് റാണി സ്ലീപ്പിംഗ് ഇൻ ദ ബെഡ്റൂം. റാണി ഉറങ്ങുന്നത് കാണുകയാണ്. സോ ഹിയർ എൻഡ്സ് ദ ആക്ട് 1. നൗ ആക്ട് 2.
റാണി വാസ് ഷോക്ക് ടു സീ അപ്പണ്ണ ദർ. ദേ ഹാഡ് എ കോൺവെർസേഷൻ. പെട്ടെന്ന് രാത്രിയിൽ അപ്പണ്ണയെ അവിടെ കണ്ടപ്പോൾ ഹി വാസ് അമ്യൂസ്ഡ്. കാരണം ഒരിക്കലും രാത്രിയിൽ അപ്പണ്ണ വീട്ടിലേക്ക് വരാറില്ല. അതും പകലെത്രയും അടിയൊക്കെ അടിച്ചിട്ട് പോയതുകൊണ്ട് രാത്രി അങ്ങനെ ഒരാൾ വരുന്ന ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ആൻഡ് വന്നത് മാത്രമല്ല, വളരെ സൗമ്യമായി പെരുമാറുന്നു, വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. നാഗ വളരെ സ്നേഹത്തോടെയാണ് റാണിയോട് പെരുമാറിയിട്ടുള്ളത്. ബിക്കോസ് നാഗയ്ക്ക് റാണിയോടുള്ള സ്നേഹം വളരെ ട്രൂ ആണ്. ഇറ്റ്സ് എ റിയൽ ലവ്. അതുകൊണ്ട് തന്നെ റാണീനെ ഒരുപാട് തലോടുന്നുണ്ട്. അവളോട് പാരൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നീ ഇവിടെ ഒറ്റയ്ക്കാവുമ്പോൾ വിഷമിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം റാണി ഇങ്ങനെ അമ്യൂസ് ആവുന്നുണ്ട്. കാരണം പകൽ സമയത്ത് വളരെ ക്രൂവലായ ഒരു മനുഷ്യൻ രാത്രി വന്നിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നു. അപ്പം എന്താണെങ്കിലും റാണി ഡസ് നോട്ട് നോ ഇറ്റ് ഈസ് കോബ്ര. ഷി തിങ്സ് ഇറ്റ് ഈസ് ഹർ ഹസ്ബൻഡ്. സോ റാണി ഫീൽസ് വെരി ഹാപ്പി ദാറ്റ് ഹർ ഹസ്ബൻഡ് ഈസ് നൗ ലൈക്ക് ഹൗ ഷീ വിഷസ്. അല്ലേ, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ഹസ്ബൻഡിനെ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണെന്നുള്ള ആശ്വാസമാണ്. എനിഹൗ അവർ രണ്ടുപേരും വളരെ നല്ലൊരു വാല്യുബിൾ ടൈം രാത്രിയിൽ സ്പെൻഡ് ചെയ്യുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു. പകല് നേരം വെളുക്കുന്ന സമയത്ത് തന്നെ റാണി പോലും അറിയാതെ നാഗ അവിടെ നിന്ന് ബാത്റൂം ഡ്രെയിനിലൂടെ തന്നെ പുറത്തേക്ക് പോയി ആൻഡ് ഹില്ലിലേക്ക് പോവുകയാണ്. രാവിലെ റാണി എഴുന്നേറ്റ് നോക്കുമ്പോൾ അപ്പണ്ണയെ കാണുന്നില്ല. അവൾ കുറേ തിരഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ബട്ട് സഡൻലി ഉച്ചയാവുന്ന സമയത്ത് വാതിലൊക്കെ തുറന്ന് അപ്പണ്ണ അകത്തേക്ക് വരുന്നു. രാത്രിയുള്ള ആളെ അല്ല പകല്. ഹി വാസ് വെരി റൂഡ് ആൻഡ് ക്രൂവൽ. എപ്പോഴും ഷൗട്ട് ചെയ്തിട്ട് അന്നേരം അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ രണ്ട് സ്വഭാവം, നിങ്ങൾക്ക് എപ്പോഴും എന്നോട് ഒരേപോലെ നിന്നൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യം എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട, ഡു യുവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചൂടാവുകയാണ് ചെയ്യുന്നത് അപ്പണ്ണ. സോ ദ ഡേ അപ്പണ്ണ കംസ് ആസ് യൂഷ്വൽ, വെരി സീരിയസ് ടോക്കിംഗ്. അറ്റ് നൈറ്റ് നാഗ കംസ് ആൻഡ് വിൽ ബി റൊമാൻറ്റിക്. നെക്സ്റ്റ് നൈറ്റ് നാഗ കംസ് അഗെയിൻ. ദ ഡോഗ് ബാഗ്സ്. ഹി കിൽസ് ദ ഡോഗ് ആൻഡ് നാഗ ഗെറ്റ്സ് വൂണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ചെല്ലുന്ന സമയത്ത് ഡോഗ് ബാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ കശപിശ ഉണ്ടായി പോകുന്നു. നാഗയ്ക്ക് ചെറിയൊരു വൂണ്ടൊക്കെ വരുന്നുള്ളൂ. ബട്ട് നെക്സ്റ്റ് നൈറ്റ് വീണ്ടും ഈ ഡോഗ് വല്ലാതെ ബാർക്ക് ചെയ്യുന്ന സമയത്ത് അതെനിക്കൊരു ശല്യമാവും എന്ന് കരുതി നാഗ കിൽസ് ദ ഡോഗ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിയും മാന്തും ഒക്കെ ആയിട്ട് നാഗയുടെ ശരീരത്തിൽ കുറച്ച് മുറിവുകളുണ്ടായി. വീണ്ടും ബാത്റൂം ഡ്രെയിനിനുള്ളിലൂടെ നാഗ അകത്തേക്ക് കടക്കുന്നു, ട്രാൻസ്ഫോംസ് ഇൻ ടു അപ്പണ്ണ. ബട്ട് റാണി ഈസ് ഇൻ കൺഫ്യൂഷൻ. അപ്പണ്ണാസ് ആറ്റിറ്റ്യൂഡ് ഇൻ ഡേ ആൻഡ് നൈറ്റ്. അല്ലേ, രാത്രിയിലും പകലിലും അപ്പണ്ണയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ അതിനെക്കുറിച്ച് അവർ നല്ലൊരു കോൺവെർസേഷൻ നടത്തുന്നു. റാണി എങ്ങനെയാണോ തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് എക്സ്പെക്ട് ചെയ്തിരുന്നത് അതിനേക്കാൾ ഭംഗിയായിട്ടായിരുന്നു നാഗ അവളെ ഇഷ്ടപ്പെട്ടിരുന്നതും സ്നേഹിച്ചിരുന്നതും. റാണി എങ്ങനെയായിരുന്നു തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് എക്സ്പെക്ട് ചെയ്തിരുന്നത് അതിനേക്കാൾ ഭംഗിയായിട്ടായിരുന്നു നാഗ അവളെ സ്നേഹിച്ചതും അവളെ കെയർ ചെയ്തതും. അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും പാരൻസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമായിരുന്നു. അവളോട് വളരെ നല്ല രീതിയിൽ പെരുമാറി, തലോടി, അങ്ങനെ വളരെ ഭംഗിയായിട്ടായിരുന്നു, ഒരു നല്ലൊരു ഹസ്ബൻഡായിട്ടായിരുന്നു നാഗ അവളോട് പെരുമാറിയിരുന്നത്. ആൻഡ് ദേ ഹാഡ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഓൾസോ ഇൻ ബിറ്റ്വീൻ. ഇൻ ബിറ്റ്വീൻ ദ കോൺവെർസേഷൻ റാണി സോ വൂണ്ട് മാർക്സ് ഓൺ നാഗാസ് ഫേസ് ആൻഡ് ബോഡി. അപ്പോൾ ഇതെന്താ പറ്റിയത്, എവിടെയെങ്കിലും ഉൾവേലിയിൽ കുടുങ്ങിയോ, നിങ്ങളുടെ ഫേസിൽ അവിടെ ഇവിടെയൊക്കെ മുറിവുകളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് റാണി ടേക്സ് ഓയിൻമെൻറ്റ് ഫ്രം എ മിറർ ബോക്സ്. അപ്പോൾ മുറിവിന് തേക്കുന്ന ഓയിൻമെൻറ്റ്സ് ഒക്കെ ഒരു മിറർ ബോക്സിൻ്റെ ഉള്ളിലായിരുന്നു വെച്ചിരുന്നത്. മിറർ ബോക്സ് എടുത്ത് അപ്പണ്ണയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഷീ ഈസ് ഫ്രൈറ്റൻഡ് ആൻഡ് സ്ക്രീംസ് ബൈ സീയിങ് ദ റിഫ്ലക്ഷൻ ഓഫ് എ കോബ്ര ഇൻ ദ മിറർ. അപ്പണ്ണയുടെ സ്ഥാനത്ത് ഒരു കോബ്രയുടെ ഇമേജാണ് മിററിൽ അവൾ കാണുന്നത്. സോ ഷീ സ്ക്രീംസ്, പേടിച്ച് വിറയ്ക്കുന്നു. ആ സമയത്ത് അവളെ കൺസോൾ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല, അത് വേറെ എന്തോ ആണെന്നൊക്കെ പറഞ്ഞ് നാഗ കീപ്സ് അവേ ദ മിറർ ബോക്സ് ഇൻ ബിറ്റ്വീൻ റിലാക്സിങ് ഹർ. അവളെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ആ മിറർ ബോക്സ് മെല്ലെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ആൻഡ് കോൺവെർസേഷൻ ആൻഡ് ഹാഡ് പേഴ്സണൽ ടൈം. അവർ ഒരുപാട് നേരം അവർ പരസ്പരം സംസാരിക്കുന്നു. ആൻഡ് ദേ ഹാഡ് പേഴ്സണൽ ടൈം. ഫിസിക്കൽ റിലേഷൻഷിപ്പൊക്കെ അവർക്കിടയിൽ നടക്കുന്നു. ഇൻ ദ മോർണിംഗ് റാണി പോലും അറിയാതെ നാഗ ബാത്റൂം ഡ്രെയിനിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരികയാണ്. ഇൻ ദ മീൻ ടൈം കുരുടവ ആൻഡ് കപ്പണ്ണ അറൈവ്സ്. റൂട്ട് അരച്ചു കലക്കി കൊടുത്തിട്ട് എന്തെങ്കിലും മാറ്റം അപ്പണ്ണയ്ക്ക് വന്നോ എന്ന് റാണിയോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവർ വന്ന് കുരുടവ ആ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഇരിക്കുന്നുണ്ട് മുറ്റത്തുള്ള. എന്നിട്ട് കപ്പണ്ണയോട് പറയാണ്, ജസ്സി അവിടെ ആരെങ്കിലും ഉണ്ടോ, റാണിയെ കാണുന്നുണ്ടോ എന്ന് നോക്കാൻ പറയാണ്. അങ്ങനെ കപ്പണ്ണ വീടിൻ്റെ മുറ്റത്തിലൂടെ നടക്കുന്ന സമയത്താണ് മുന്നിലുള്ള വാച്ച് ഡോഗ് ചത്ത് കിടക്കുന്നത് കാണുന്നുണ്ട്. ആ ബാത്റൂം ഡ്രെയിനിൻ്റെ ഉള്ളിലൂടെ ഒരു വലിയ പാമ്പ് വരുന്നതായിട്ട് ഇയാൾ കാണുകയാണ്. സോ കപ്പണ്ണ പേടിച്ചിട്ട് സ്ക്രീം ചെയ്ത് കുരുടവയുടെ അടുത്തേക്ക് ഓടുകയാണ്. കുരുടവ ആൻഡ് റാണി ഡിഡ് എ കോൺവെർസേഷൻ അബൌട്ട് അപ്പണ്ണ ആൻഡ് ദ പവർ ഓഫ് റൂട്ട്. അപ്പോൾ അന്നത്തെ ദിവസം നാഗ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു പുറത്തേക്ക് പോയത്. അപ്പോൾ കുരുടവയോട് പറയാണ്, ആ നല്ല മാറ്റമുണ്ട്, വളരെ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറുന്നത്, ഇപ്പം അങ്ങ് പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂല്ലോ, ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വളരെ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ഞാൻ കണ്ടില്ലല്ലോ പുറത്ത് പോകുന്നത്, അപ്പണ്ണയെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടാഞ്ഞിട്ടായിരിക്കും, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണെങ്കിലും നല്ല
ഈ മാറ്റത്തിന് താനൊരു കാരണമാണല്ലോ എന്നുള്ള രീതിയിൽ ആശ്വസിച്ചുകൊണ്ട് കുരുടവ റാണിയോട് സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ തിരിയാണ്. ആ സമയത്ത് അപർണ അറൈവ്സ് ആൻഡ് ഹി സീസ് ദ ഡെഡ് ഡോഗ് ആൻഡ് ഓൾസോ ദീസ് ടു പീപ്പിൾ. അപർണ വരുന്ന സമയത്ത് കുരുടവയെയും കപ്പണ്ണയെയും റാണിയെയും ഒരുമിച്ച് കാണുന്നു. അവർ സംസാരിക്കുന്നത് കാണുന്നു. താൻ 50 രൂപ, അന്നത്തെ കാലത്ത് 50 രൂപ വലിയൊരു എമൗണ്ട് ആണ് കേട്ടോ, 50 രൂപയും കൊടുത്ത് വാങ്ങിയ ഡോഗ് അവിടെ ചത്ത് കിടക്കുന്നത് കാണുന്നുണ്ട്. സോ എഗെയിൻ അയാൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നു, എല്ലാവരെയും ഷൗട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ഹി ബോട്ട് എ മംഗൂസ്. അടുത്തതായിട്ടൊരു കീരിനെയാണ് കൊണ്ടുവരുന്നത്. കാരണം ഒരു കോബ്രയാണ് ഇതിനെ അറ്റാക്ക് ചെയ്ത് കൊന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. ഈ ഡോഗിൻ്റെ ശരീരത്തിൽ പാമ്പ് കടിച്ചതിൻ്റെ 2 ഡോട്ട്സ് കാണുന്നുണ്ട്. കോബ്രയാണ് ഇതിനെ അറ്റാക്ക് ചെയ്തതെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ കോബ്രയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു മംഗൂസിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ്. And next day he bought a mongoose. It also died for the next day. Seems to have great fight as its mouth had skin and flesh of snake. അന്നുച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു പോയി. പിറ്റേ ദിവസം വരുന്ന സമയത്ത് ഒരു കീരിയും കൊണ്ടാണ് അപ്പണ്ണ വരുന്നത്. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം വരുമ്പോഴും ഈ മംഗൂസ് അവിടെ ചത്ത് കിടക്കുന്നതായിട്ടാണ് അപ്പണ്ണ കാണുന്നത്. ആ മംഗൂസിൻ്റെ വായിൽ നിന്നും സ്നേക്കിൻ്റെ സ്കിന്നും ചില മാംസഭാഗങ്ങളും ഒക്കെ കണ്ടു. അതുകൊണ്ട് തന്നെ വലിയൊരു ഫൈറ്റ് ആ കോബ്രയും മംഗൂസും തമ്മിൽ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. For the next 15 days, Naga did not visit Rani. She cried a lot. മംഗൂസുമായി നടന്ന ഫൈറ്റിൽ നാഗയുടെ ബോഡിയിൽ ഫുൾ പരിക്കുകളും മുറിവുകളുമാണ്. അത് ഉണങ്ങാനായിട്ട് ഏകദേശം 15ഓളം ദിവസം നാഗ റാണിയുടെ അടുത്തേക്ക് വന്നതേയില്ല. പക്ഷേ അത്രയും ദിവസം റാണി വളരെയധികം ടെൻസ്ഡ് ആയിരുന്നു. ഷി ക്രൈഡ് അലോട്ട്. പകൽ മുഴുവനും ഒരു റൂഡ് സ്വഭാവമാണ് അപ്പണ്ണയ്ക്കെങ്കിലും രാത്രിയിൽ തൻ്റെ ഹസ്ബൻഡ് വളരെ സ്നേഹത്തോടെയാണ് തന്നോട് പെരുമാറിയിരുന്നത്. രാത്രി വീണ്ടും വരാതായല്ലോ എന്ന് ആലോചിച്ച് അവൾ ഒരുപാട് കരഞ്ഞു. വെൻ ഇറ്റ് കെയിം ഹാഫ് ഹീൽഡ് ഫുൾ ഓഫ് വൂൺസ്. അങ്ങനെ 15 ദിവസത്തിന് ശേഷമാണ് റാണിയുടെ അടുത്ത് നാഗ വരുന്നത്. വരുന്ന സമയത്ത് റാണി തൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരം മുഴുവൻ മുറിഞ്ഞിരിക്കുന്നത് കാണുകയാണ്. അതും മുറിഞ്ഞ് പകുതി ഉണങ്ങിയ പോലെയാണ് കാണുന്നത്. റാണി കാരണം ചോദിച്ചെങ്കിലും പ്രത്യേകിച്ചൊന്നും നാഗ പറഞ്ഞില്ല. ആൻഡ് ഓൾസോ റാണി അപ്ലൈഡ് ഓയിൻമെൻറ്റ് ആൻഡ് ദി ഹാഡ് പേഴ്സണൽ ടൈം. അത്രയും ദിവസം വരാത്തതിൻ്റെ വിഷമവും സങ്കടവും ഒക്കെ റാണി തൻ്റെ ഹസ്ബൻഡിനോട് പറയുകയാണ്. ഹസ്ബൻഡ് ആണെന്ന് വിശ്വസിച്ച് നാഗയോട് പറയുകയാണ്. നാഗയുടെ ശരീരത്തിലുള്ള ഓരോ മുറിവിലും റാണി ഓയിൻമെൻ്റ് ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദി ഹാഡ് പേഴ്സണൽ ടൈം. അത്രയേറെ ദിവസം കാണാതിരുന്ന സങ്കടത്താലും ഇഷ്ടത്താലും ഒക്കെ അവർ നല്ലൊരു പേഴ്സണൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാണ്. ദ ഡേ ടൈം നോ സ്കാർസ് ഓൺ ദ ബോഡി ബട്ട് റൂഡ് ആറ്റിറ്റ്യൂഡ്. ഇവിടെ റാണിക്ക് വീണ്ടും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. രാത്രിയിൽ തൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരം മുഴുവൻ പാതി ഉണങ്ങിയ മുറിവുകൾ, വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. എന്നാൽ പകൽ വരുന്ന സമയത്ത് ഒരു മുറിവിൻ്റെ പാടുമില്ല. അതുപോലെ വളരെ റൂഡായിട്ടുള്ള ആറ്റിറ്റ്യൂഡും. ആകെ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ റാണിയുള്ളത്. ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി സംസാരിക്കാൻ നിന്നാൽ പകലാണെങ്കിൽ ചീത്ത പറയും, രാത്രിയാണെങ്കിൽ സ്നേഹത്താൽ അവളെ സംസാരിക്കാൻ അനുവദിക്കാതെയാക്കും. എന്താണെങ്കിലും ഡേയ്സ് പാസ്റ്റ്. Rani waits every night for Naga and the flames and songs Rani and Naga dancers they bet together. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. റാണി എന്നും തൻ്റെ ഭർത്താവ് രാത്രിയിൽ സ്നേഹത്തോടെ വരുന്നതും കാത്തിരുന്നു. ആ സമയത്ത് സ്റ്റേജിൽ ഫ്ലെയിംസും സോങ്സും ഒക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. റാണി ആൻഡ് നാഗ ഡാൻസസ് വിത്ത് ദ സോങ് ആൻഡ് ദേ ബെഡ് ടുഗെദർ. അങ്ങനെ അവർ വളരെ സ്നേഹത്തോടു കൂടി എംബ്രേസ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് കിടന്നുറങ്ങുകയാണ്. ഇത് നാടകമാണ്. അപ്പോൾ ഡാൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ നടക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. റാണി ഗെറ്റ്സ് പ്രഗ്നൻറ്റ്. നാഗ ഗെറ്റ് ഷോക്ക്ഡ് ആൻഡ് വറീഡ്. അങ്ങനെ 15 ദിവസത്തിന് ശേഷമുള്ള അവരുടെ റൊമാൻറ്റിക് സീൻസിന് ശേഷം റാണി വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, ഐ ആം പ്രഗ്നൻറ്റ്. ഇത് കേൾക്കുന്ന സമയത്ത് നാഗ ഗെറ്റ് ഷോക്ക്ഡ് ആൻഡ് വറീഡ്. ഇവിടെ നാഗ വറീഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെട്ടു പോകാനുള്ള സമയമായി എന്നറിഞ്ഞതുകൊണ്ടാണ്. നാഗ അല്പം വറീഡായിട്ട് തന്നെ നാഗ അല്പം വറീഡായി തന്നെ റാണിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ. അപ്പോൾ ആ സ്വഭാവ മാറ്റത്തിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ ഇത്രയും ദിവസം എന്തുകൊണ്ട് വന്നില്ല? പകൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അനുവാദമില്ല, രാത്രിയിലാണെങ്കിൽ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ വന്നതുമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റാണിക്ക് അന്നേരം റാണിക്കിപ്പോൾ മനസ്സിലാവുകയാണ് ഈ ഒരു പ്രഗ്നൻസിയിൽ തൻ്റെ ഹസ്ബൻഡ് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, സന്തോഷത്തിലല്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ കുഞ്ഞിനെ വേണ്ടേ? എന്നാൽ ഞാൻ എന്നാൽ നമുക്കിത് വേണമെങ്കിൽ അബോർട്ട് ചെയ്ത് കളയണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും അല്ലെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും നിങ്ങൾ വില കൽപ്പിക്കുന്നില്ലല്ലോ, നിങ്ങൾ പറയുന്നത് പോലെയല്ലേ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്, എൻ്റെ വിധി ഇങ്ങനെയായി പോയില്ലേ എന്നൊക്കെ റാണി സംസാരിക്കുന്നുണ്ട്. തൻ്റെ നിസ്സഹായത ആലോചിച്ച് റാണി ഒരുപാട് കരയുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഒരുപാട് നേരം വെളുത്തിരുന്നു. ഏകദേശം ഉച്ചയാവാറായിരുന്നു.
Time goes, midday, Naga tries to leave. Just then Aparna arrives. സോ കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ച് തീരുന്നതിന് മുമ്പേ സമയം ഒരുപാട് വൈകിയതിനാൽ നാഗ പെട്ടെന്ന് തന്നെ അവിടുന്ന് റാണി കാണാതെ ഡ്രെയിനിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ റാണി തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് നാഗയെ കാണുന്നില്ല. ആ സമയത്ത് അപ്പണ്ണ അറൈവ്സ്. സോ അവൾ പെട്ടെന്ന് ഷോക്ക് ആവുകയാണ്. കാരണം അത്ര നേരം തൻ്റെ അടുത്ത് നിന്ന ആളിനെ കാണാനില്ല. പെട്ടെന്ന് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് അപ്പണ്ണ വീടിനകത്തേക്ക് കയറി വരുന്നു. എഗെയിൻ ഷീ ഈസ് ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. അപ്പണ്ണ കോൾസ് ഹർ പ്രോസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ക്വസ്റ്റ്യൻസ് ഹർ ബേബീസ് ഫാദർഹുഡ് ആൻഡ് ബീറ്റ്സ് ഹർ. അപ്പോൾ അത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബാക്കി അപ്പണ്ണയോട് നേരിട്ട് സംസാരിക്കുകയാണ്. നിങ്ങളിത് കേട്ടിട്ട് എന്താണ് മിണ്ടാതിരുന്നത്? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കുഞ്ഞിനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഏത് കുഞ്ഞ് എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ്. അപ്പോൾ അപ്പണ്ണ എന്ന് പറയുന്ന യഥാർത്ഥ ഹസ്ബൻഡ് അപ്പോഴാണ് അറിയുന്നത് തൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന്. താൻ ഇതുവരെ ഒന്ന് തൊടുക പോലും ചെയ്യാത്ത, താൻ ഇതുവരെ സ്നേഹത്തോടൊന്ന് സംസാരിക്കുകയോ നോക്കുകയോ പോലും ചെയ്യാത്ത തൻ്റെ ഭാര്യ എങ്ങനെ പ്രഗ്നൻ്റ് ആയി? സോ അപ്പണ്ണ കോൾസ് ഹർ എ വോർ ഓർ എ പ്രോസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ക്വസ്റ്റ്യൻസ് ഹർ ബേബീസ് ഫാദർഹുഡ്. ഇത് എൻ്റെ കുട്ടിയല്ല, ഇത് ആരുടെ കുട്ടിയാണെന്ന് നീ തന്നെ പറഞ്ഞു, ഈ കുട്ടിയുടെ പിതൃത്വം നീ തന്നെ തെളിയിക്കണം എന്ന് പറഞ്ഞ് അവളെ വല്ലാതെ അടിക്കുകയാണ്. ഇതൊക്കെ കോബ്രയുടെ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം നാഗ ബാത്റൂം ഡ്രെയിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ട്. അവളെ ബീറ്റ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. ബട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് കരുതി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാൻ നോക്കുകയായിരുന്നു. സഡൻലി അപ്പണ്ണ ഡ്രാഗ്സ് ഹർ ടു സ്ട്രീറ്റ് ആൻഡ് ട്രൈസ് ടു പുട്ട് എ സ്റ്റോൺ ഓൺ ഹർ. ഈ ഒരു വഴക്കിനിടയിൽ അപ്പണ്ണ അവളെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ഒരു വലിയ സ്റ്റോൺ എടുത്ത് അവളുടെ ശരീരത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അതവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നാഗ പെട്ടെന്ന് അവർക്കിടയിലേക്ക് വരികയും ആ ഒരു കോബ്രയെ കാണുന്ന സമയത്ത് അപ്പണ്ണ പെട്ടെന്ന് തന്നെ ആ സ്റ്റോൺ എടുത്ത് കോബ്രയുടെ ശരീരത്തിലേക്ക് ഇടുകയും ചെയ്യുന്നു. പക്ഷെ നാഗ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ നിന്ന് സ്കൂട്ടാവുന്നുണ്ട്. കോബ്രയെ കണ്ട് സ്ക്രീം ചെയ്ത് റാണി ഈ ഒരു സമയത്തിനിടയിൽ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വാതിലടക്കുകയാണ് അപ്പണ്ണയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട്. ബട്ട് എഗെയിൻ അപ്പണ്ണ ലാഷസ് അറ്റ് ഹർ. ഇതിനിടയിലും നമുക്ക് നാഗയ്ക്ക് റാണിയോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ കഴിയും. കാരണം കല്ലെടുത്ത് റാണിയെ എറിയുന്നതിൻ്റെ ഇടയിലേക്കാണ് റാണിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഞാനത് ഏറ്റുവാങ്ങിക്കൊള്ളാം എന്നുള്ള രീതിയിൽ നാഗ അതിനിടയിലേക്ക് വരുന്നത്. സോ ആ ഒരു ലവിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വാതിലകത്തു നിന്ന് കുറ്റിയിട്ടത് കൊണ്ട് പുറത്ത് നിന്നുകൊണ്ട് അപ്പണ്ണ വളരെയധികം റാണിയെ ചീത്ത വിളിക്കുന്നു. ഇത് ഞാൻ പഞ്ചായത്തിൽ അറിയിക്കും, വില്ലേജ് എൽഡേഴ്സിനെ അറിയിക്കും, ഇതിനൊരു സൊല്യൂഷൻ കാണണം, ഇത് എൻ്റെ കുട്ടിയല്ല, ഇത് ഒരിക്കലും ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ് റാണിയെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ അവതരിപ്പിക്കാനായിട്ട് വില്ലേജ് എൽഡേഴ്സിൻ്റെ അടുത്തേക്കാണ് പിന്നീട് അപ്പണ്ണ പോകുന്നത്. Rani cries. Naga comes at night and sits beside her. She scolds him for being too attitude and stripping her naked in front of the villagers. ഈ പ്ലേയിലെ ഓരോ ഡയലോഗ്സും വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം റാണി എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട്. ഷീസ് എ പുവർ ഗേൾ. ഒന്നും അറിയാത്തൊരു പെൺകുട്ടി. വന്ന കാലം മുതൽ ഹസ്ബൻഡ് അവളെ ലോക്ക് ചെയ്തിരിക്കുന്നു. ഒരു കോബ്രയാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് എന്നുപോലും അറിയാതെ സ്നേഹം കൊണ്ട് മാത്രം ആ ഒരു വ്യക്തിയെ രാത്രിയിലാണെങ്കിലും തൻ്റെ ഭർത്താവിനോട് മറുചോദ്യം ചോദിക്കാതെ സ്നേഹിക്കുന്നു. അയാളിൽ നിന്നും പ്രഗ്നൻ്റ് ആയതിനു ശേഷം തൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു വോറാണ്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് നാഗ കംസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ നാഗ അപ്പണ്ണയുടെ രൂപത്തിൽ വീണ്ടും വന്ന് അവളുടെ അടുത്തേക്ക് ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഷീ ഈസ് ബേസ്റ്റിംഗ് ഔട്ട്. അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, പകല് നിങ്ങൾ എന്തൊക്കെയാണ് എന്നെ ചെയ്തത്, എന്നെ കൊല്ലാൻ നോക്കിയില്ലേ, എന്നെ വില്ലേജേഴ്സിൻ്റെ മുന്നിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുക, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഓൾറെഡി അത് അവിടെ പറഞ്ഞു പോയി, ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് അവിടെ നമ്മളുടെ സത്യം തെളിയിക്കുക, നമ്മുടെ ഇന്നസെൻസ്, നമ്മുടെ ചാസ്റ്റിറ്റി തെളിയിക്കലാണ്. സോ യു ഹാവ് ടു ഡു ദിസ്. ഷീ റിക്വസ്റ്റ് നാഗ ടു കിൽ ഹർ ഇൻസ്റ്റെഡ്, നോട്ട് ഈവൻ എ റോപ്പ് ഇൻ ദ ഹൗസ് ടു കിൽ ഹർ സെൽഫ്. അവൾ പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നതിലും ഭേദം എന്നെ ഒന്ന് കൊന്നു തന്നൂടെ, ഇവിടെ എനിക്ക് സ്വയം മരിക്കാനായിട്ടൊരു കയർ പോലും ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ എന്നേ തൂങ്ങിച്ചാവുമായിരുന്നു എന്ന് പറയാണ്. സോ നാഗ അഡ്വൈസസ് ഹർ ടു ടേക്ക് ദ സ്നേക്ക് ഓർഡിയൽ ടു പ്രൂവ് ഹർ ഇന്നസെൻസ് ആൻഡ് ചാസ്റ്റിറ്റി. എന്തായാലും ഇത് വില്ലേജ് എൽഡേഴ്സിൻ്റെ അടുത്ത് എത്തി. ഇനി ചെയ്യാനുള്ളത് നിൻ്റെ ചാസ്റ്റിറ്റി അല്ലെങ്കിൽ ഇന്നസെൻസ് തെളിയിക്കാനായിട്ട് അവിടെ ഒരു ഓത്ത് എടുക്കണം, ഒരു പ്രതിജ്ഞ ചെയ്യണം. സാധാരണ ചുട്ടുപഴുത്ത അയൺ റോഡ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓത്ത് എടുക്കാറുള്ളത്. പക്ഷേ നീ സ്നേക്ക് ഓർഡിയിലാണ് ചെയ്യേണ്ടത്. അതായത് ഒരു കിങ് കോബ്രയെ കയ്യിൽ ഏന്തിക്കൊണ്ട് വേണം ഓത്ത് എടുക്കാൻ എന്ന് പറയുന്നു. അത് കേൾക്കുന്ന സമയത്ത് ഷീ സ്ക്രീംസ്, കോൾസ് ഹിം ആൻഡ് എംബ്രേസസ് ഹിം. സ്നേക്കിനെ കയ്യിലെടുക്കാനുള്ള പേടി കൊണ്ട് അവൾ സ്ക്രീം ചെയ്യാണ്. ആൻഡ് ഓൾസോ സ്കോൾസ് ഹിം. നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയാലോ, പിന്നെ എന്തിനാണ് എന്നെ കൊണ്ട് വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ള രീതിയിൽ ചീത്ത പറയുന്നു. ആൻഡ് ഓൾസോ ഷീ എംബ്രേസസ് ഹിം. പകൽ അത്രയേറെ തന്നെ മർദ്ദിച്ചെങ്കിലും രാത്രിയിൽ
ഉള്ളിലുള്ള സ്നേഹവാക്ക് കേട്ടപ്പോഴേക്കും അവൾ അറിയാതെ തന്നെ തൻ്റെ ഹസ്ബൻഡിനെ കെട്ടിപ്പിടിക്കുകയാണ്. ദ നെക്സ്റ്റ് ഡേ റാണി വാസ് ടേക്കൺ ടു വില്ലേജ് എൽഡേഴ്സ്. പഞ്ചായത്തിലെ എല്ലാവരുടെയും നടുവിലുള്ള ഒരു സഭയിലേക്ക് വിളിപ്പിക്കുകയാണ്. വില്ലേജ് എൽഡേഴ്സ് ക്വസ്റ്റ്യൻസ് ഹർ, എന്താണ് അപ്പണ്ണ പറഞ്ഞ കാര്യത്തോടുള്ള താങ്കളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുന്നു. യൂഷ്വലി ഓത്ത് ടേക്കിംഗ് ഈസ് ടേക്കൺ ബൈ ടേക്കിംഗ് റെഡ് ഹോട്ട് അയൺ റോഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചുട്ടുപഴുത്ത അയൺ റോഡ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സത്യം ചെയ്യേണ്ടത്. ഹിയർ അക്യൂസ്ഡ് ഹെർസെൽഫ് ഡിമാൻഡഡ് സ്നേക്ക് ഓർഡീൽ. തലേ ദിവസം റാണിയോട് നാഗ പറഞ്ഞു കൊടുത്തിരുന്നു, വില്ലേജ് എൽഡേഴ്സ് ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു ആൽമരമുണ്ട്, അവിടെ ഒരു വലിയ മൗണ്ടൻ കണക്കിന് വലിപ്പമുള്ള ഒരു ആൻഡ് ഹില്ലുണ്ട്, അതിൻ്റെ ഉള്ളിലെ കിങ് കോബ്രയെ കൈയിട്ട് എടുത്തിട്ട് വേണം നീ സ്നേക്ക് ഓർഡീൽ ചെയ്യാനെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അക്യൂസ്ഡ് ആയിട്ടുള്ള റാണി സ്വയം ആവശ്യപ്പെട്ടതാണ്, ഞാൻ സ്നേക്കിനെ എടുത്തുകൊണ്ട് തന്നെ സത്യം ചെയ്യാം. ഓക്കെ, ഷി വാസ് അഫ്രെയ്ഡ്. അവൾക്ക് വളരെയധികം പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ബെഗ് ചെയ്യുന്നുണ്ട്, അപ്പണ്ണയുടെ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഇന്നലെ നിങ്ങൾ എന്നോട് എത്ര സ്നേഹമായി സംസാരിച്ചാൽ, നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയില്ലേ, നിങ്ങൾ തന്നെ ഇവിടെ എല്ലാവരോടും പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. ബട്ട് അപ്പണ്ണ എന്ന യഥാർത്ഥ മനുഷ്യന് റാണിയോടുള്ള വെറുപ്പ് കാരണം അവളെ കാലിൽ നിന്നും അടർത്തി മാറ്റുന്നുണ്ട്. ആ ഒരു സീനിലേക്ക് കുരുടവ വരികയാണ്. കുരുടവ കം സെർച്ചിങ് കപ്പണ്ണ. കപ്പണ്ണ എന്ന തൻ്റെ മകനെ കാണാനില്ല. അവൻ്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് കുരുടവ വരുന്നത്. ആ സമയത്ത് റാണി അപ്പണ്ണയോട് ചോദിക്കുന്നുണ്ട്, കുരുടവ എന്തിനാണ് ഇങ്ങനെ മകനെ പേര് വിളിച്ച് നടക്കുന്നത് എന്ന് പറയുന്നു. ആ സമയത്ത് കുരുടവയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, എന്തിനാണ് നിങ്ങൾ കപ്പണ്ണയെ തിരയുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷീ സെയിങ് ദാറ്റ് ഹി വാസ് മിസ്സിങ്. കുരുടവ പറയുന്നത് യക്ഷ വുമൺ മൈറ്റ് ഹാവ് ടേക്കൺ ഹിം എന്നാണ്. ഒരു യക്ഷ വുമൺ അവനെ കൊണ്ടുപോയി, അവനെ പെട്ടെന്നൊരു ദിവസം കാണാനില്ല എന്നാണ്. പക്ഷേ വില്ലേജേഴ്സ് എല്ലാവരും കുരുടവയ്ക്ക് ഭ്രാന്തായി എന്നാണ് പറയുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അവരുടെ മകൻ നാട് വിട്ടു പോയതെങ്ങാനോ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ കുരുടവ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ മകനെ ഒരു യക്ഷ സ്ത്രീ, ഒരു സ്നേക്ക് വുമൺ കൊണ്ടുപോയതാണെന്നാണ് പറയുന്നത്. അതിന് വേറൊരു തെളിവ് കൂടിയുണ്ട്. ഒരു തവണ കപ്പണ്ണയും കുരുടവയും റാണിയെ കാണാനായി വരുന്ന സമയത്ത് കുരുടവ കപ്പണ്ണയോട് പറയുന്നുണ്ട്, റാണിയെ ഒന്ന് നോക്കി നോക്കുക, അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്ന സമയത്ത് കുറേ നേരം കപ്പണ്ണ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാനൊരു സ്ത്രീയെ കണ്ടു, വളരെ ഒരു പ്രത്യേക ഭംഗിയുള്ള, ഒരു പ്രത്യേക അപ്പിയറൻസ് ഉള്ള ഒരു സ്ത്രീയെ കണ്ടു എന്നൊക്കെ പറയുന്ന സമയത്ത് കുരുടവ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ശരിക്കും അത് ഒരു പക്ഷേ ഈ പറയപ്പെടുന്ന യക്ഷ വുമൺ ആയിരിക്കാം. അവർ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ കപ്പണ്ണയെ കൊണ്ടുപോയത്. തന്നോട് കരുണ കാണിക്കാത്ത, സ്വന്തം മകനെ തിരഞ്ഞു നടക്കുന്ന ആ അമ്മയെ ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആ ഒരു കൂട്ടം ആൾക്കാരോടുള്ള ദേഷ്യവും തൻ്റെ അവസ്ഥ ആലോചിച്ചുള്ള വിഷമവും കാരണം റാണി ആ സ്നേക്കിനെ കയ്യിലെടുത്തുകൊണ്ട് ഓത്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് തൻ്റെ ആവശ്യമാണ്. ഇനി അഥവാ ഇതെല്ലാം സഹിക്കുന്നതിലും ഭേദം ആ സ്നേക്ക് കടിച്ച് മരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഓത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റാണി മുന്നിലേക്ക് ചെല്ലുന്നു. റാണി ആ ആൻഡ് ഹില്ലിലേക്ക് കൈയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കോബ്രയെ ധൈര്യപൂർവ്വം കയ്യിലെടുത്തുകൊണ്ട് ആ വില്ലേജേഴ്സിൻ്റെയും അതുപോലെ ഹസ്ബൻഡിൻ്റെയും ഒക്കെ മുന്നിൽ വെച്ച് പറയുകയാണ്, ഞാൻ ഈ ഒരു കോബ്രയെയും എൻ്റെ ഹസ്ബൻഡിനെയും അല്ലാതെ മറ്റൊരു പുരുഷനെ ഇതുവരെ തൊട്ടിട്ടില്ല, അതുപോലെ എന്നെ തൊടാൻ അനുവദിച്ചിട്ടുമില്ല. ആക്ച്വലി ദാറ്റ് വാസ് ട്രൂ. എല്ലാവരും ആ സമയത്ത് സ്റ്റക്കായിട്ട് വണ്ടറായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ദ സ്നേക്ക് സ്ലൈഡ്സ് ടു ഹർ ഷോൾഡർ, സ്പ്രെഡ് ഹൂഡ് ലൈക്ക് അംബ്രല ഓവർ ഹർ ഹെഡ്, ദെൻ ടു എ ഗാർലൻഡ്. ഈ പ്രതിജ്ഞ ചെയ്ത ശേഷം എല്ലാവരും അവളെ തൊഴുകയാണ്. ഓൾ ഹെയിൽ റാണി. ബിക്കോസ് ആ സ്നേക്ക് പെട്ടെന്ന് തന്നെ അവളുടെ തലയ്ക്ക് മേലെ ഒരു അംബ്രല പോലെ അതിൻ്റെ പത്തി വിടർത്തി നിൽക്കുകയാണ്. അതിനുശേഷം ഒരു മാല പോലെ അവളുടെ ഷോൾഡറിലേക്ക്, അവളുടെ കഴുത്തിലേക്ക് ചുറ്റുകയാണ്. ഇത് കണ്ട് റാണിയെ എല്ലാവരും ഹെയിൽ ചെയ്യാണ്. ഓൾ ഹെയിൽ റാണി. റാണിയെ ഒരു ഗോഡസായി, ഒരു സൂപ്പർ നാച്ചുറൽ പവറായിട്ട് കാണുകയാണ്. എല്ലാവരും റാണിയെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഓൾ ഹെയിൽ റാണി ആൻഡ് കൺസിഡേർഡ് റാണി ആസ് എ ഡിവൈൻ വുമൺ, എ ഗോഡസ്. ആൻഡ് ദേ ഓൾ ബ്രോട്ട് എ പലങ്ക്വിൻ. ഒരു പല്ലക്ക് കൊണ്ടുവന്ന് റാണിയെയും അപ്പണ്ണയെയും ആ പല്ലക്കിലിരുത്തി അവരെ ഒരു പ്രൊസഷനായിട്ട്, ഒരു ഘോഷയാത്രയായി അപ്പണ്ണയുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. Aparna falls her feet, begs forgiveness and accepts the baby though he knows he isn't the father. അപ്പണ്ണ റാണിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുകയാണ്. റാണിയുടെ ഉദരത്തിലുള്ള കുഞ്ഞ് തൻ്റേതല്ല എന്നറിഞ്ഞിട്ടും അപ്പണ്ണ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. റാണി ലിവ്ഡ് ഹാപ്പിലി വിത്ത് ഹർ സൺ, ഹസ്ബൻഡ് ആൻഡ് സെർവൻറ്റ് അപ്പണ്ണാസ് കോൺക്യുബൈൻ. ഇവിടെ സെർവൻ്റ് എന്ന് പറയുന്നത് അപ്പണ്ണ എന്നും രാത്രി പോയിരുന്ന പണ്ടത്തെ ആ കോൺക്യുബൈനാണ്. അവർക്ക് കുറ്റബോധം തോന്നി റാണിയുടെ സേവകയായി ആ വീട്ടിലെ സെർവൻ്റായിട്ട് വന്ന് താമസിച്ച് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം സ്റ്റോറിയുടെ കഥ കേട്ടുകൊണ്ടിരുന്ന ദ മാൻ ഹു സഡൻലി ആസ്ക്സ് അബൌട്ട് കപ്പണ്ണ. സോ സ്റ്റോറി സേസ് ഇറ്റ് ഈസ് കുന്തവാസ് സ്റ്റോറി. വൺസ് ഹി മേ മീറ്റ് ഹർ സംവെയർ എൽസ്. ആ മാൻ ചോദിക്കുകയാണ്, അല്ല കപ്പണ്ണ എന്തായി, കപ്പണ്ണ ആരാ കൊണ്ടുപോയത്? അപ്പോൾ സ്റ്റോറി പറയുകയാണ്, എൻ്റെ സ്റ്റോറി റാണിയുടെ സ്റ്റോറിയാണ്.
കപ്പണ്ണയുടെ സ്റ്റോറി അറിയാവുന്നത് കുന്തവയ്ക്കാണ്. എന്നെ നിങ്ങൾ ഈ റൂയിൻഡ് ടെമ്പിളിൽ കണ്ടുമുട്ടിയതുപോലെ കുന്തവയെയും വല്ല മാർക്കറ്റിലോ എവിടെയെങ്കിലും വെച്ച് പരസ്പരം കണ്ടുമുട്ടും. അപ്പോൾ അവൾ നിങ്ങൾക്ക് പറഞ്ഞു തരും കപ്പണ്ണയുടെ സ്റ്റോറി. ദെൻ ദ ഫ്ലെയിംസ് ആൻഡ് മാൻ ആസ്ക്സ് അബൌട്ട് നാഗ. നാഗ പിന്നീട് വന്നോ റാണിയെ കാണാൻ? നാഗ ഫൈൻഡ്സ് ഹർ സ്ലീപ്പിംഗ് വിത്ത് ഹർ ഹസ്ബൻഡ്. ആ ഒരു രംഗം നാഗയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ബിക്കോസ് ഹി ലവ്ഡ് ഹർ വെരി ട്രൂലി. റാണിയെ കാണുമ്പോൾ നാഗ പറയുന്നുണ്ട്, ദ ഫ്രാഗ്രൻസ് ഓഫ് മൈ നൈറ്റ് ഈസ് സ്ലീപ്പിംഗ് വിത്ത് സംബഡി എൽസ്. നാഗ ഗെറ്റ്സ് ആംഗ്രി ആൻഡ് ഹി ട്രൈസ് ടു കിൽ ഹർ, ബട്ട് ഹിസ് ലവ് ടുവേർഡ്സ് റാണി couldn't allow him to do so. So he kills himself. He ties a knot around the neck with her hair. നിലത്തേക്ക് തട്ടിക്കിടക്കുന്ന ആ നീളമുള്ള റാണിയുടെ മുടിയിലൂടെ ഇഴഞ്ഞു കയറി ഒരു മുടിനാരയുടെ എടുത്ത് കഴുത്തിലേക്ക് ചുറ്റി ഒരു നോട്ട് പോലെ കെട്ടി അതിൽ സ്വയം മരിക്കുകയാണ് നാഗ അവസാനമായി ചെയ്യുന്നത്. റാണി ഫീൽസ് ഹർ ഹെയർ വെരി ഹെവി. അവൾ ഹസ്ബൻഡിനോട് പറയുകയാണ്, എനിക്ക് എൻ്റെ മുടി ഒന്ന് കോംബ് ചെയ്ത് തരുമോ? ഐ ഫീൽ വെരി ഹെവി, മൈ ഹെയർ ഈസ് വെരി ഹെവി. അപ്പണ്ണ വേഗം പോയി ഒരു കോംബ് എടുത്തു കൊണ്ടുവന്ന് റാണിയുടെ മുടി ചീവി കൊടുക്കുകയാണ്. കോംബ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒന്ന് താഴെ വീഴുന്നു. ദേ ഫൈൻഡ് എ ഡെഡ് സ്നേക്ക് ദെയർ. സോ റാണി ആ ഡെഡ് സ്നേക്കിനെ കാണുന്ന സമയത്ത് റാണിക്ക് എന്തോ ഒരു തരം പ്രത്യേക സാഡ്നെസ് ഫീൽ ചെയ്യാണ്. റാണി റിക്വസ്റ്റ് ഫോർ എ ക്രിമേഷൻ ഫോർ സ്നേക്ക്, ഫയർ ലിറ്റ് ബൈ ദിയർ സൺ, ഇയർലി റിച്വൽ ഷുഡ് ഡു വിത്ത് സൺ. 3 റിക്വസ്റ്റാണ് അപ്പണ്ണയോട് ചെയ്യുന്നത്. അതായത് ആ സ്നേക്കിന് ഒരു റിച്വൽ ആയിട്ടുള്ള ക്രിമേഷൻ കൊടുക്കണം, അതിനെ സംസ്കരിക്കണം, അതിൻ്റെ ചിത കത്തിക്കേണ്ടത് നമ്മളുടെ മകനായിരിക്കണം. അതുപോലെ എല്ലാ വർഷവും ആ സ്നേക്കിന് വേണ്ടി നമ്മളൊരു റിച്വൽ ചെയ്യണം. അപ്പം അപ്പണ്ണ ചോദിക്കുന്നുണ്ട്, സാധാരണ ഒരു ചിതയ്ക്ക് തീ കൊളുത്തുന്നത്, മകൻ ചിതയ്ക്ക് തീ കൊളുക്കുന്നത് അച്ഛൻ്റെ ചിതയ്ക്ക് വേണ്ടിയിട്ടല്ലേ? ഞാനിവിടെ അലൈവ് ആയിട്ടുണ്ടല്ലോ, ദെൻ വൈ ഷുഡ് ആ ചൈൽഡ് ഡു ദിസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഒരുപക്ഷെ റാണി മനസ്സിലാക്കിയിരിക്കണം, തൻ്റെ കൂടെ ഇത്ര കാലം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ തൻ്റെ കുട്ടിയുടെ അച്ഛൻ ഇറ്റ് വാസ് നോട്ട് അപ്പണ്ണ, അത് നാഗയായിരിക്കാം എന്നൊരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കാരണം അത്ര കാലം രാത്രിയിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിനെ പോലെയല്ല, സ്നേക്ക് ഓർഡീലിന് ശേഷം പ്രോബ്ലം ഒക്കെ സോൾവ് ആയതിനു ശേഷം അപ്പണ്ണ എന്ന് പറയുന്ന ഒറിജിനൽ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് തിരിച്ചറിഞ്ഞ് കാണണം. ഫിസിക്കൽ അപ്പിയറൻസ്, പെരുമാറ്റം ഒന്നും നാഗയുടേതുപോലെയല്ല അപ്പണ്ണയുടേത്. ആ ഒരു തിരിച്ചറിവായിരിക്കാം ആ ഡെഡ് സ്നേക്കിനോട് റാണിക്കൊരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നുന്നത്. ഷീ ബോസ് ഹർ ഹെഡ് ആൻഡ് ഷീ ക്രൈസ്. ആ സ്നേക്കിനെ നോക്കി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. ആൻഡ് ടേക്സ് ദ സ്നേക്ക് ആൻഡ് പ്രസ് ഇറ്റ് ടു ഹർ ചീക്സ്. ആ സ്നേക്കിനെ കയ്യിലെടുത്ത് അവളുടെ കവളിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. ബട്ട് ദ മാൻ ആൻഡ് ഫ്ലെയിംസ് ഡസൻ ലൈക്ക് ദ അൺഹാപ്പി എൻഡിങ്. സ്റ്റോറി പറഞ്ഞ കഥയിലെ ഈ ഒരു അൺഹാപ്പി എൻഡിങ് ആ ഫ്ലെയിംസിനോ കഥ കേട്ടിരുന്ന മാനിനോ ഇഷ്ടപ്പെട്ടില്ല. സോ ഹി സജസ്റ്റ് അനദർ എൻഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോറിക്ക് 2 എൻഡിങ് ഉണ്ട്. ഒന്ന് സ്റ്റോറി പറഞ്ഞ യഥാർത്ഥ എൻഡിങ്, മറ്റൊന്ന് ഇത് കേട്ടിരുന്ന ഫ്ലെയിംസിനും മാനിനും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവർ സ്വയം ഉണ്ടാക്കിയ മറ്റൊരു എൻഡിങ്. റാണി ഹൈഡ്സ് ദ സ്നേക്ക് ഇൻസൈഡ് ഹർ ഹെയർ ആൻഡ് ലിവ്ഡ് എവർ ആഫ്റ്റർ വിത്ത് ഹിം ആൻഡ് ഷീ റെക്കഗ്നൈസ് ദ ട്രൂത്ത്. ദ മാൻ കണ്ടെത്തിയ ഓൾട്ടർനേറ്റീവ് എൻഡിങ് ഇങ്ങനെയാണ്, അതായത് ഒരു ഹാപ്പി എൻഡിങ് ആണ്. റാണി ഈ ഒരു സ്നേക്കിനെ തിരിച്ചറിയുന്നു. അതായത് തൻ്റെ കുഞ്ഞിൻ്റെ ഫാദർ തൻ്റെ കൂടെ രാത്രിയിൽ സ്പെൻഡ് ചെയ്തിരുന്ന തൻ്റെ ഹസ്ബൻഡായി വന്നത് ട്രാൻസ്ഫോം ചെയ്ത ഒരു നാഗയാണ്, കോബ്രയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തൻ്റെ മുടിയിലേക്ക് ഇഴഞ്ഞു കയറിയ ആ സ്നേക്കിനെ തൻ്റെ മുടിക്ക് ഹെവിനെസ് ഫീൽ ചെയ്ത സമയത്ത് അപ്പണ്ണ ആ മുടി കോംബ് ചെയ്യുന്നു. അതിൽ നിന്നും ഒരു അലൈവ് ആയിട്ടുള്ള ജീവനുള്ള സ്നേക്കാണ് താഴെ വീഴുന്നത്. അതിനെ കൊല്ലാനായി അപ്പണ്ണ വേഗം വടിയും മറ്റു കാര്യങ്ങളും എടുക്കാൻ പോകുന്ന സമയത്ത് റാണി അതിനെ വീണ്ടും തലയിലെ ആ ഒരു ഹെയറിൻ്റെ ഇടയിലേക്ക് തിരികെ കയറ്റി വെക്കുന്നു. അങ്ങനെ നാഗ ആൻഡ് റാണി ലിവ്സ് ദെയർ ഹാപ്പി ലൈഫ് എവർ ആഫ്റ്റർ എന്നുള്ള രീതിയിലാണ് ദ മാൻ കണ്ടെത്തിയ എൻഡിങ്. എനിവേ ഈ കഥ കഴിയുമ്പോഴേക്കും ഫ്ലെയിംസ് ഒക്കെ അവരവരുടെ വീടുകളിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ സ്റ്റോറി ഹാസ് ഓൾസോ ഡിസപ്പിയർഡ് ആൻഡ് ദ സൺ റൈസസ്, ഫ്ലെയിം സ്റ്റോറി ഓൾ ഗോൺ. എല്ലാവരും പോയി, സൂര്യൻ ഉദിച്ചു, രാവിലെയായി. ദ മാൻ അന്നത്തെ രാത്രി ഉറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ശാപത്തിൽ നിന്നും വിമുക്തനായിരിക്കുകയാണ്. ദ മാൻ സ്ട്രെച്ചസ് ഹിംസെൽഫ്, ബോസ് ഓഡിയൻസ് ആൻഡ് ഗോസ് ഔട്ട്. മാൻ അദ്ദേഹം അത്ര രാവിലെ വരെ ഉറക്കമൊഴിച്ച് കഥ കേട്ട ക്ഷീണത്തിൽ തൻ്റെ കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു. ദെൻ ഓഡിയൻസിൻ്റെ മുന്നിലേക്കൊന്ന് ബോ ചെയ്ത് കുനിയുന്നു. ദെൻ ഹി ഗോസ് ഔട്ട്. This is Nagamandala. Some of the themes are given below: male chauvinism, the oppression of women, the great injustice done to them by men, the patriarchal culture stealthily deflates the concept of chastity, then marriage as an institution. So here ends the Nagamandala. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന്
നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടണിൽ ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ക്ലാസ്സുകളുടെ നോട്ട്സ് PDF മെറ്റീരിയൽസും നമ്മളുടെ ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമി എന്ന ഓൺലൈൻ സ്ഥാപനത്തിൽ ലഭ്യമാണ്. 500 rupees per month എന്ന ഫീസ് സ്ട്രക്ചറിൽ മാർച്ച് 1 മുതൽ നമ്മൾ പുതിയ ബാച്ച് HSA ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഈ ഒരു കോൺടാക്റ്റ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.